രാമായണ മാസം സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മാസമായി നാം ആചരിക്കുന്നത് പ്രാർത്ഥനാപൂർവമാണ്. രാമായണം വായിക്കുക, കേൾക്കുക, രാമായണ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുക, ഇതൊക്കെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ശ്രീ മഹാരാമായണം രാമായണ മാസത്തിൽ ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സമ്പൂർണമായി അവതരിപ്പിക്കുന്നു. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ജയ രാമ രാമ 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 ജയ രാമ രാമ. ശ്രീ BS ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീ മഹാരാമായണം സമ്പൂർണമായി അവതരിപ്പിക്കുന്നു. ഇത് രാമായണ കഥയല്ല, ശ്രീരാമചരിതമാണ്. ഗദ്യരൂപത്തിൽ തയ്യാറാക്കിയ ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്കെത്തുന്നു ശബ്ദചിത്രമായി. ഭക്തിയുടെ വാതിലുകൾ മലർക്കെ തുറന്നുകൊണ്ട് ജയരാമ മന്ത്രം എല്ലാ ഹൃദയങ്ങളിലും സദാ മുഴങ്ങട്ടെ. സത്യം, ധർമ്മം, സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സഹവർത്തിത്വം, സാഹോദര്യം, ഇവയൊക്കെയാണല്ലോ രാമായണം ലക്ഷ്യമാക്കുന്നത്. അതുതന്നെയാണ് ഈ മഹൽ ഗ്രന്ഥം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. 9 അധ്യായങ്ങളിലൂടെ ശ്രീ മഹാരാമായണം. അധ്യായം 8 യുദ്ധകാന്ഡം, ഭാഗം 1. ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. ഭക്തിപാരവശ്യത്താലും സന്തോഷാതിരേകത്താലും മിഴിനീർ പുഴയൊഴുക്കി വിറപൂണ്ടു നിന്ന ഹനുമാനെ ആലിംഗനത്തിൽ നിന്നും മോചിതനാക്കി മൂർധാവിൽ തഴുകിക്കൊണ്ട് ശ്രീരാമദേവൻ പറഞ്ഞു: പ്രിയമിത്രമേ, വാദാത്മജ, ഇനിമേൽ നീയുള്ള ഇടങ്ങളിലൊക്കെയും നാമും, നാം ഉള്ള ഇടങ്ങളിലൊക്കെയും നീയും ഉണ്ടാകും. ഇത് കേട്ട് രോമഹർഷം വാരി ചൂടിയ ഹനുമാൻ ഇരുകൈകളും കൂപ്പി ശ്രീരാമപാദാരവിന്ദത്തിങ്കൽ സർവവും സമർപ്പിച്ച് മുട്ടുകുത്തിയിരുന്നു. ഇടതുകാൽമുട്ടും വലതുകാൽപാദവും ഭൂമിയിൽ കുത്തി വാൽ മടക്കി വെച്ച് തൊഴുകൈകളോടെ തൻ്റെ പാദത്തിങ്കൽ ഇരിക്കുകയായിരുന്ന ഹനുമാനെ കൗസല്യാപുത്രൻ ഇരുകൈകളാലും പിടിച്ചെഴുന്നേൽപ്പിച്ചു പറഞ്ഞു: മംഗളം ഭവതു വാദാത്മജ, മംഗളം ഭവതു. നിന്നെപ്പോലെ കറയറ്റ ഒരു ഭക്തൻ ഒരു കാലത്തും ഒരു ദേശത്തും കാണുകയില്ല എന്നു നാം അറിയുന്നു. നാം നിന്നിൽ പൂർണ്ണമായും സംപ്രീതനായിരിക്കുന്നു ഭക്ത. ഇതു പറഞ്ഞ് സന്തോഷത്തോടെ തിരിഞ്ഞ് അടുത്തുണ്ടായിരുന്ന പരന്ന ശിലമേൽ ആസനസ്ഥനായി. പെട്ടെന്നാണ് ശ്രീരാമചന്ദ്രൻ്റെ മുഖകമലത്തിൽ സദാ തങ്ങി നിൽക്കാറുള്ള പുഞ്ചിരി മെല്ലെ മാഞ്ഞത്. തുടർന്ന് ദേവൻ ചിന്തയിലാണ്ടു. അകലങ്ങളിലേക്ക് മിഴികൾ പായിച്ച് കൈവിരലുകൾ മെല്ലെ ചലിപ്പിച്ച് ചിന്തയിൽ മുഴുകിയിരുന്ന ദശരഥനന്ദനൻ്റെ ഇരുവശങ്ങളിലും അല്പം പിന്നിലായി ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനും മറ്റ് വാനരശ്രേഷ്ഠന്മാരും നിന്നു. ശ്രീരാമചന്ദ്രൻ്റെ പെട്ടെന്നുള്ള മൗനവും ചിന്തയും ഏവരെയും ഉത്കണ്ഠാകുലരാക്കിയെന്നത് അവരുടെ മുഖഭാവങ്ങളിൽ വ്യക്തം. പുൽക്കൊടികളുടെ മൃദുമർമ്മരം പോലും കേൾക്കാൻ കഴിയുന്ന നിലയിലുള്ള നിശബ്ദത അവിടെ തളം കെട്ടി നിന്നു. കുറച്ച് അകലെയായി മഹാർണവം അതിൻ്റെ സർവപ്രതാപങ്ങളോടെയും തിമിർത്താടുകയാണ്. തിരമാലകൾ ഉയർന്നു പൊങ്ങി കരയിലേക്ക് ആഞ്ഞടിക്കുന്നു. കടൽക്കാറ്റിൽ വൻ മരങ്ങൾ പോലും ആടിയുലയുന്നു. ചീറിപ്പാഞ്ഞു വരുന്ന തിരമാലകൾ
കരയെ മെല്ലെ കാർന്നു തിന്നുന്നതുപോലെ. കരയിൽ നിന്നും കുറെ അകലെയായി കൂറ്റൻ തിമിംഗിലങ്ങൾ ഉയർന്നു പൊങ്ങി ചാടുന്നു. അതിൻ്റെ ആഘാതത്തിൽ കടൽ വെള്ളം ശക്തിയോടെ കരയിലേക്ക് കയറുകയാണ്. ഭീതിതമായ താണ്ഡവം. നക്രം, മകരചക്രം തുടങ്ങിയവയെ കൊണ്ടു നിറഞ്ഞതാണ് ഈ സമുദ്രം. അവിടെ കാലുവയ്ക്കുന്നത് തന്നെ അപകടമാണ്. ലങ്കയിലെത്തണമെങ്കിൽ 100 യോജനയാണ് സമുദ്രം താണ്ടിപ്പോകേണ്ടത്. ആദ്യഘട്ടമായ സമുദ്രലംഘനം നടന്നു കഴിഞ്ഞാൽ അടുത്തത് രാവണനെയും രാവണൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യത്തെയും നശിപ്പിക്കുക എന്നതാണ്. അതും വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ മൈഥിലിയെ കാണാൻ കഴിയൂ. സമുദ്രം കടന്നു ചെന്ന് ലങ്കയിലെത്തി രാവണനെ യുദ്ധത്തിൽ നിഗ്രഹിച്ച ശേഷം സീതയെ വീണ്ടെടുക്കുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ് ശ്രീരാമൻ കുറച്ചു സമയം വ്യാകുലചിത്തനായി ഇരുന്നത്. ചിന്താഗ്രസ്തനായി ഇരിക്കുകയായിരുന്ന രാഘവൻ്റെ മനസ്സിൽ എന്താണെന്ന് വാനരരാജാവ് സുഗ്രീവൻ മനസ്സിലാക്കി. മിത്രാത്മജൻ ദശരഥനന്ദനൻ്റെ ചാരത്തേക്ക് നീങ്ങി നിന്നു പറഞ്ഞു, അല്ലയോ ശ്രീരാമദേവ, അവിടുത്തെ മനസ്സിനെ മഥിക്കുന്ന ചിന്ത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടുന്ന് ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. കടലുപോലെ കാണുന്ന ഈ വാനരസഞ്ചയം തീർത്തും അജയ്യരാണ്, അച്ചടക്കം ശീലിച്ചവരുമാണ്. വന്യയിലേക്ക് എടുത്തു ചാടാൻ നിർദ്ദേശിച്ചാലും പിന്നെയാവട്ടെ എന്ന് ചൊല്ലുന്നവരല്ല ഇവർ. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തെല്ലും മടികാട്ടാത്തവരാണ് ഈ വാനരപ്പടയെന്ന് അറിഞ്ഞാലും പ്രഭു, എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്നവരാണ് ഇവർ ഓരോരുത്തരും. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ലങ്കയിലെത്തി രാവണനെയും രാവണകുലത്തെയും നശിപ്പിച്ച ശേഷം സീതാദേവിയെയും കൊണ്ട് മടങ്ങിയെത്താനാവും. ഇനി മറ്റൊന്നും ചിന്തിച്ച് സമയം കളയാതിരുന്നാലും ലങ്കയിലെത്താനുള്ള ഉപായത്തെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. ലങ്കയിലെത്തുക എന്നതാണ് പ്രധാനം. അവിടെ എത്തിക്കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതം പ്രഭു. ത്രിലോകങ്ങളിൽ ആരാണു ദേവ അങ്ങയെ എതിർക്കാൻ കെൽപ്പുള്ളവരായുള്ളത്? അല്ലയോ രാഘവ, ഒന്നുകിൽ അവിടുന്ന് ദിവ്യാസ്ത്രത്താൽ സമുദ്രത്തെ ശോഷണം ചെയ്യുക, അല്ലെങ്കിൽ സേതുബന്ധനം നടത്തുക. ഇച്ഛാശക്തിയെ ഉദ്ദീപിപ്പിക്കാൻ പോന്ന വിധത്തിൽ ശക്തിയോടും ഭക്തിയോടുമുള്ള മിത്രപുത്രൻ്റെ വാക്കുകൾ കാകുൽസ്ഥനെ സന്തുഷ്ടനാക്കി. അദ്ദേഹം വായുസംഭവനെ ചാരത്തേക്ക് വിളിച്ചു പറഞ്ഞു, പ്രിയമിത്രമേ, ആഞ്ജനേയ, നമുക്ക് ഉടനെ തന്നെ ലങ്കയിലേക്ക് നീങ്ങണം. ലങ്കാപുരിയുടെ ഘടന എന്താണെന്ന് വിവരിച്ചു തരിക. പ്രധാനമായ ഒരു പ്രവൃത്തിക്ക് മുമ്പ് അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിച്ചു വയ്ക്കുക എന്നതാണല്ലോ ഉത്തമം. കാര്യസാധ്യത്തിനും ക്ഷിപ്രവിജയത്തിനും അത് സഹായകമാവും. അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കുകയും അരുതല്ലോ. ഹനുമാൻ തൊഴുകൈകളോടെ ശ്രീരാമചന്ദ്രൻ്റെ ചാരത്തേക്ക് നീങ്ങി നിന്നു. ഇങ്ങനെ പറഞ്ഞു, അവിടുത്തെ ഇംഗിതം പോലെ ദേവ, ഞാൻ എല്ലാം വിശദമായി പറയാം. സമുദ്രമധ്യത്തിലെ ത്രികുടാചലത്തിന് മുകളിലാണല്ലോ ലങ്കാനഗരം. സ്വർണ്ണരത്ന തങ്കങ്ങളാൽ പ്രശോഭിതമാണവിടം. വളരെ അകലെ നിന്ന് പോലും ലങ്കാനഗരം സുവർണ ശോഭയോടെ വിളങ്ങുന്നത് കാണാനാവും. ഞാനത് അനുഭവിച്ചറിഞ്ഞതാണ്. നഗരത്തിൻ്റെ വിസ്തൃതി 700 യോജനയാണ്. നഗരിക്ക് ചുറ്റിലുമായി കനകം കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ മതിൽ, അതിൻ്റെ 4 ദിക്കുകളിലും വലിയ ഗോപുരങ്ങൾ, ഓരോന്നിനും 7 നിലകൾ വീതമുണ്ട്. ചുറ്റിലുമായി 28 നിരീക്ഷണ ഗോപുരങ്ങൾ. പുറത്തെ മതിലിനുള്ളിലായി ഇതേ വിധത്തിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള 7 മതിലുകൾ കൂടിയുണ്ട്. അവയിലും ഇതേപോലെയുള്ള നിരീക്ഷണ ഗോപുരങ്ങൾ. ഓരോ മതിലിനുമിടയിൽ അത്യഗാധമായ കിടങ്ങുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കിടങ്ങുകൾ കടക്കാൻ യന്ത്രപ്പാലങ്ങൾ. കിഴക്കേ ഗോപുരത്തിലെ കാവൽക്കാരായി 10,000 രാക്ഷസന്മാരാണുള്ളത്. ദക്ഷിണ ഗോപുരത്തിലുള്ളത് 100,000 പേർ. പശ്ചിമ ഗോപുരത്തിലും അതേപോലെ തന്നെ. ഉത്തര ഗോപുരത്തിലെ രാക്ഷസരുടെ എണ്ണം 1 കോടിയോളം വരും. ഈ 4 ദിക്കിലുമുള്ള ആകെ എണ്ണത്തിൻ്റെ പകുതിയുണ്ട് നടുഭാഗത്ത്. ഏറെ പേർ തന്നെ അന്തഃപുരത്തിന് കാവലായുമുണ്ട്. ആലോചനായോഗ മണ്ഡപത്തിന് അതിൻ്റെ ഇരട്ടി പേരാണ് കാവൽ. ഊട്ടുപുര ഹാടക നിർമ്മിതമാണ്. വലിയ നാടകശാല, നടപ്പന്തൽ, നെടുനീളൻ മജ്ജനശാല എന്നിവയ്ക്കു പുറമേ മദ്യപാനത്തിനായുള്ള നിർജ്ജന നിർമ്മലശാല വേറെയും. ഇത്ര ബൃഹത്തായ സുരക്ഷാ സംവിധാനങ്ങളോടെയുള്ള മറ്റൊരു നാടുണ്ടാവുമോ എന്ന് സംശയം. സാധാരണക്കാർക്ക് ലങ്കാനഗരിയിൽ കടന്നു ചെല്ലുക തീർത്തും അസാധ്യം എന്നറിഞ്ഞാലും. ഇതു പറഞ്ഞ് ഏതാനും നിമിഷം മൗനം അവലംബിച്ച ഹനുമാൻ തുടർന്നു, അല്ലയോ ലോകൈകനാഥ, ഇവയൊക്കെ കാണുമ്പോഴും എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. കാരണം അപ്പോഴും എനിക്ക് ത്രിലോകനായികയായ സീതാദേവിയെ കണ്ടെത്താനായിരുന്നില്ല.
അങ്ങനെ ഞാൻ വിഷണ്ണനായി നിൽക്കവേ എൻ്റെ പിതാവ് വായുദേവൻ്റെ സാന്നിധ്യമാണ് എന്നെ സഹായിച്ചത്. ഹൃദ്യമായ പുഷ്പഗന്ധത്തിലൂടെ അദ്ദേഹം എന്നെ ശിംശഭാവൃക്ഷച്ചുവട്ടിലേക്ക് നയിക്കുകയായിരുന്നു. പുഷ്പഗന്ധത്തിൻ്റെ ഉറവിടമന്വേഷിച്ച് ആ ദിക്കിലേക്ക് നീങ്ങിയ ഞാൻ ഒടുവിൽ സുഗന്ധവാഹികളായ പരശതം പൂക്കളും ചൂടി നിന്നിരുന്ന ശിംശഭാവൃക്ഷം കണ്ടു. അതിനു ചുവട്ടിൽ കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ വറ്റിയ മിഴികളുമായി പത്മജാദേവി ഇരിക്കുന്നു. ദേവിയെ കണ്ടെത്തിയ സന്തോഷാധിക്യത്തിലും ദേവിയുടെ പ്രകൃതം കണ്ട് ഞാൻ കരഞ്ഞുപോയി ദേവ. ഞാൻ ദേവിയുടെ ശ്രദ്ധ ആകർഷിച്ച് സമ്മതം വാങ്ങിയ ശേഷം ചാരത്തെത്തി നമസ്കരിച്ചു. തുടർന്ന് അടയാളത്തിനായി അവിടുന്ന് തന്നയച്ച അങ്കുലീയം ദേവിക്ക് കൈമാറുകയും ദേവിയുടെ അടയാളമായി ചൂടാരത്നം സ്വീകരിക്കുകയും ചെയ്തു. ഇതു പറഞ്ഞ് ഹനുമാൻ ശ്രീരാമനെ ഭക്തിയോടെ തൊഴുതു നമസ്കരിച്ചു. തുടർന്ന് തല ഉയർത്തി ശ്രീരാമചന്ദ്രൻ്റെ മുഖകമലത്തിലേക്ക് നോക്കി പറഞ്ഞു: അല്ലയോ വീരവിക്രമനായ ദശരഥനന്ദന, ഇനി നമുക്ക് ഒട്ടും വൈകാതെ തന്നെ യുദ്ധസന്നദ്ധരായി ലങ്കയിലേക്ക് തിരിക്കണം. രോഷത്തോടെയുള്ള പടപ്പുറപ്പാടിന് ഇനി കാലവിളംബം വരുത്തിക്കൂടാ. വലിയ വിക്രമത്തോടുകൂടി എത്രയും വേഗം അവിടെ എത്തി നമുക്ക് നക്തഞ്ചര നായക കിങ്കരന്മാരെ എല്ലാം പിതൃപതി കിങ്കരന്മാരെ ഏൽപ്പിക്കാം. അങ്ങനെ നമുക്ക് രാവണൻ്റെ അഹങ്കാരത്തിന് അറുതി വരുത്താം. യുദ്ധാവസാനത്തിൽ പങ്കജനേത്രയായ സീതാദേവിയെയും കൊണ്ട് നമുക്ക് മടങ്ങി വരാം. അല്ലയോ പരംപുരുഷ, പങ്കജനേത്ര, സകലത്തിനും നാഥനായുള്ളവനെ, ഗംഭീരമായുള്ള പടപ്പുറപ്പാടിനായി നമുക്കൊരുങ്ങാം ദേവ. രോഷത്തോടെയുള്ള ഒരു പടപ്പുറപ്പാടു തന്നെ ആവട്ടെ അത്. അതിനിനി ശങ്കയോ താമസമോ വേണ്ട. എത്രയും വേഗം നമുക്ക് ലങ്കയിലെത്തി നീചരാക്ഷസരെ ഒന്നടങ്കം പിതൃപതി കിങ്കരന്മാർക്കു നൽകാം. ആ വിധം ധരണീഭാരം ലഘൂകരിച്ച ശേഷം നമുക്ക് ജനകപുത്രി മൈഥിലിയുമായി മടങ്ങിയെത്താം വിഭു. ഹനുമാന്റെ വാക്കുകൾ സശ്രദ്ധം ശ്രവിച്ചിരിക്കുകയായിരുന്ന രാഘവൻ അല്പനേരം നീലോൽപല നയനങ്ങൾ പൂട്ടി ചിന്താഗ്രസ്തനായി മൗനം പൂണ്ടിരുന്നു. ലക്ഷ്മണൻ, സുഗ്രീവൻ, ജാംബവാൻ, ഹനുമാൻ തുടങ്ങിയുള്ളവരും മറ്റു വാനരമുഖ്യരുമെല്ലാം ആകാംക്ഷാഭരിതരായി ശ്രീരാമദേവന്റെ മുഖകമലത്തിൽ നിന്നും മിഴികളകറ്റാതെ ശ്രീരാമനാമ ജപത്തോടെ കാത്തിരുന്നു. സർവത്ര നിശബ്ദം. കുറച്ചു സമയത്തെ മൗനപ്രാർത്ഥനയ്ക്കു ശേഷം പ്രസന്നഭാവത്തോടെ ശ്രീരാമചന്ദ്രൻ നയനങ്ങൾ വിടർത്തി ചുറ്റിനും നോക്കി. ഹനുമാന്റെ മുഖത്തേക്ക് നോക്കി കൃതജ്ഞതാനിർഭരമായ ചിരിയുതിർത്തുകൊണ്ട് മുഖം തിരിച്ച് സുഗ്രീവനോടായി പറഞ്ഞു: വാനരരാജൻ സുഗ്രീവ, അങ്ങയുടെ മുഖ്യ സജീവനും നമ്മുടെ പ്രിയ ഭക്തനുമായ ആഞ്ജനേയൻ ഉര ചെയ്തത് ശ്രദ്ധിച്ചു കാണുമല്ലോ. നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നതും ഇതേക്കുറിച്ച് തന്നെയാണ്. വായുതനയൻ ഇപ്പോൾ ഉര ചെയ്തതിനോട് നാം പൂർണ്ണമായും യോജിക്കുന്നു. ധർമ്മ സംസ്ഥാപനാർത്ഥം ഒരു യുദ്ധം അതിപ്പോൾ അനിവാര്യമായിരിക്കുകയാണ്. സങ്കരാന്ത്യത്തിൽ ഇച്ഛാനുസൃതമായുള്ളതും സംഭവിക്കേണ്ടതുമായ എല്ലാം സംഭവിക്കും. ശ്രീരാമചന്ദ്രൻ്റെ ഈ വാക്കുകൾ ഏവരിലും അളവറ്റ സന്തോഷമാണ് പകർന്നു നൽകിയത്. തൽക്ഷണം ലങ്കയിലേക്ക് കുതിച്ചെത്തുവാനുള്ള ആവേശമായിരുന്നു അവരിൽ ഉയർന്നു കണ്ടത്. വാനരവ്രാതം ശ്രീരാമചന്ദ്രനും സീതാദേവിക്കും ഉച്ചത്തിൽ ജയ് വിളിച്ചു. രാഘവൻ തൻ്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അവരെ കൈയുയർത്തി അഭിവാദ്യം ചെയ്തു. തുടർന്നു പറഞ്ഞു: അഞ്ജനാനന്ദനൻ തക്കതായ സമയത്തു തന്നെയാണ് തൻ്റെ അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. ഹനുമാന് നമ്മിലുള്ള അകൈതവമായ ഭക്തിയാൽ തന്നെയാവണം ഇപ്പോൾ ഈ വിധം ഉര ചെയ്യാൻ തോന്നിയത്. തക്കതായ സമയം എന്ന് നാം അഭിപ്രായപ്പെടാൻ കാരണമില്ലാതെയല്ല. ഇത് വിജയമുഹൂർത്തകാലമാണ്. അതായത് വിജയം സുനിശ്ചിതമാക്കുന്ന ശുഭമുഹൂർത്തം. ഇന്ന് ഋക്ഷം ഉത്രമാണ്. മൈഥിലിയുടെ ജന്മനക്ഷത്രമാണ് ഉത്രം. ബന്ധിക്കപ്പെട്ടവരുടെ ജന്മനക്ഷത്ര ദിനത്തിൽ ബന്ധനവിമുക്ത യാത്ര പുറപ്പെടുന്ന പക്ഷം ബന്ധനമോചനം സുനിശ്ചിതമെന്ന് ദേവശാസ്ത്രം പറയുന്നു. ഇത് പറയുമ്പോൾ നമ്മുടെ വലതുകണ്ണ് തുടിക്കുകയാണ്. പുരുഷന്മാർക്ക് വലതുകണ്ണ് തുടിക്കുന്നത് ശുഭസൂചകമാണെന്നറിയാമല്ലോ. അതായത് ലക്ഷണങ്ങളൊക്കെയും ജയപ്രദമായാണ് കാണുന്നത് എന്നർത്ഥം. രാക്ഷസ രാജാവ് രാവണനെ നിഗ്രഹിച്ച് മൈഥിലിയെ കൊണ്ടുപോരാൻ വേണ്ടിയുള്ള യാത്ര പുറപ്പെടാൻ ഏറ്റവും ഉചിതമായ സമയം ഇതുതന്നെയാണ്. നമുക്ക് അതിനായി ഒരുങ്ങാം. വാനരസേന ഉയർന്നു പൊങ്ങി തുള്ളിച്ചാടിക്കൊണ്ട് ശ്രീരാമചന്ദ്രനും സീതാദേവിക്കും ജയ് വിളിച്ചു. കൂട്ടത്തിൽ അവർ ആവേശം മൂത്ത് രാവണനെ പോരിന് വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആകെ ആവേശവും ഉദ്വേഗവും മുറ്റിനിന്ന അന്തരീക്ഷം. പലരും രാവണനോടുള്ള കോപം തീർക്കാൻ തങ്ങളുടെ ഗദ വീശി മരങ്ങളിലും പാറക്കല്ലുകളിലും ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു.
വാനരവീരന്മാരുടെ കരബലത്തിൽ പാറകൾ പിളർന്നു, മരങ്ങൾ മറിഞ്ഞു വീണു. ഇത് കേട്ട വാനര സൈന്യം ആവേശത്തോടെയും വർദ്ധിത വീര്യത്തോടെയും അണപൊട്ടുന്ന ഘട്ടത്തിലെത്തിയപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ കൈ ഉയർത്തി അവരെ ശാന്തരാകാൻ നിർദ്ദേശിച്ചു. ശ്രീരാമൻ്റെ നിർദ്ദേശം വന്നതോടെ വാനര സൈന്യം നിശബ്ദരായി. തുടർന്ന് ദശരഥനന്ദനൻ നേരിട്ടു തന്നെ യുദ്ധയാത്രയ്ക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി. ഓരോരുത്തരുടെയും പേരെടുത്തു പറഞ്ഞു തന്നെ അവരുടെ ചുമതലകൾ നിർദ്ദേശിക്കുകയായിരുന്നു. വാനരവീരന്മാരായ നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, മൈന്ദൻ, വിവിധൻ, സുഷേണൻ, തുങ്കൻ, നളൻ, ശതബലി, താരൻ തുടങ്ങിയവരെ പേരെടുത്ത് വിളിച്ചുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ നിർദ്ദേശങ്ങൾ നൽകിയത്. അസംഖ്യം വാനരന്മാരുള്ള മഹാസൈന്യത്തെ മാർഗമധ്യേ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ലാത്ത വിധം നയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും വാനരശ്രേഷ്ഠന്മാരോട് ദശരഥനന്ദനൻ ഉപദേശിച്ചു. മഹാബലവാനും അഗ്നിയുടെ പുത്രനും അഗ്നിസമപ്രഭനുമായ നീലൻ സൈന്യാധിപനായുള്ള പടയുടെ മുൻഭാഗവും നടുഭാഗവും പിൻഭാഗവും ഇരുവശങ്ങളും പരിപാലിക്കുവാൻ പ്രത്യേകമായി വാനരശ്രേഷ്ഠരെ നിയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വിശദീകരിക്കുകയുണ്ടായി. ഏറ്റവും മുന്നിലായി ഹനുമാനൊപ്പം താൻ നീങ്ങുന്നതാണെന്നും തൊട്ടു പിന്നാലെ സുമിത്രാത്മജനും അംഗദനും നീങ്ങണമെന്നും സുഗ്രീവൻ സദാ തന്നെ പിരിയാതെ തൊട്ടരികത്ത് തന്നെ ഉണ്ടാവണമെന്നും ശ്രീരാമൻ ഓർമ്മിപ്പിച്ചു. ശ്രീരാമചന്ദ്രൻ്റെ നിർദ്ദേശാനുസരണമുള്ള പടയൊരുക്കത്തിന് നിമിഷങ്ങൾ മാത്രമേ വേണ്ടിവന്നുള്ളൂ. എല്ലാവരും സ്വയം സജ്ജരായി അണിനിരന്നപ്പോൾ അവിടെ ഒരു വാനരവീര കടൽ തന്നെ രൂപപ്പെട്ടു. സുഗ്രീവൻ്റെ മന്ത്രിമാരിൽ ഒരുവനും ദയാശീലനും ബുദ്ധിമാനും ബലവാനുമായ മൈന്ദനും മഹാപരാക്രമികളായ ഗവയൻ, ഗജൻ, ഭയങ്കരനായ യോദ്ധാവ് ഗവാക്ഷൻ, ബാലിയുടെ ശ്വശുരനും വൈദ്യശാസ്ത്രത്തിലും യുദ്ധകലയിലും അതീവ സമർത്ഥനുമായ സുഷേണൻ, വിശ്വകർമാവിൻ്റെ പുത്രനും വെള്ളത്തിലിടുന്ന വസ്തുക്കളെല്ലാം താണുപോകാതെ പൊങ്ങിക്കിടക്കട്ടെ എന്ന ശാപം മഹർഷിയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നവനുമായ നളൻ, ബൃഹസ്പതിയുടെ പുത്രനും ബാലിയുടെയും തുടർന്ന് സുഗ്രീവൻ്റെയും മന്ത്രിയുമായ താരൻ തുടങ്ങിയ വാനരപ്രമുഖരെല്ലാം നിമിഷനേരം കൊണ്ട് അവരവരുടെ ചുമതലകൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. വടക്കുദിക്കിലേക്ക് നീങ്ങുന്ന വാനരപ്പടയുടെ ചുമതലയാണ് ശതബലി ഏറ്റെടുത്തത്. 1000 കോടി വാനരന്മാരടങ്ങുന്ന ഒരു വിഭാഗം പടയുടെ ചുമതല ഏറ്റെടുത്തത് സുഷേണനാണ്. 100 ലക്ഷം വാനരന്മാരടങ്ങുന്ന വിഭാഗത്തിൻ്റെ ചുമതല ഗവാക്ഷൻ ഏറ്റെടുത്തു. അല്പസമയത്തിനുള്ളിൽ യുദ്ധശാസ്ത്രപ്രകാരം രൂപപ്പെടുത്തപ്പെട്ട മഹാസൈന്യം എന്തിനേയും ഏതിനേയും നേരിടാൻ തക്ക ആത്മധൈര്യത്തോടെയും വീര്യത്തോടെയും അത്യാവേശത്തോടെയും മുന്നോട്ട് നീങ്ങുമ്പോൾ 14 ലോകങ്ങളും രോമാഞ്ചത്തോടെ അത് നോക്കി നിന്നു. ദേവന്മാർ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. മഹർഷിമാർ ധ്യാനനിരതരായി നിന്ന് അനുഗ്രഹിച്ചു. നക്ഷത്രമണ്ഡലത്തിനു മധ്യേ വിളങ്ങുന്ന നക്ഷത്രദേവനും ഭാസ്കരദേവനും എന്നതുപോലെ വാനരപ്പടയ്ക്ക് മുന്നിൽ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനുമെല്ലാം തിളങ്ങി നിന്നു. അണിനിരന്ന സൈന്യത്തോട് മുന്നോട്ടു നീങ്ങാൻ ശ്രീരാമചന്ദ്രൻ നിർദ്ദേശിച്ചതോടെ വാനര സൈന്യത്തിൻ്റെ ആവേശം അണപൊട്ടി. രാവണൻ്റെ രാജ്യമായ ലങ്ക ലക്ഷ്യമാക്കിയുള്ള യാത്രയുടെ ആരംഭത്തിൽ വാനരവീരന്മാർ സ്വയം മറന്ന് ആർത്തുവിളിച്ചു. ആ വീരശബ്ദത്തിൽ 14 ലോകങ്ങളും പ്രകമ്പനം കൊണ്ടു. ദേവന്മാരും ഭൂതഗണങ്ങളും ഗന്ധർവന്മാരും പക്ഷിമൃഗാദികളും എന്തിനേറെ പറയുന്നു സർവചരാചരങ്ങളും കോരിത്തരിച്ചു നിൽക്കവേ സൈന്യം മുന്നോട്ടു നീങ്ങി. യുദ്ധഘോഷം മുഴക്കി വർദ്ധിത വീര്യത്തോടെ മുന്നോട്ട് നീങ്ങിയ വാനരപ്പട ദക്ഷിണഭാഗത്തുള്ള കടലിൻ്റെ ഉത്തരഭാഗത്തുകൂടി മഹേന്ദ്രാചലത്തിനരികിലേക്ക് നീങ്ങുമ്പോൾ സൂര്യൻ സമുദ്രത്തിൻ്റെ പശ്ചിമതീരത്തേക്ക് പ്രവേശിച്ചിരുന്നു. സമയം സന്ധ്യയായി. മുന്നിൽ പരന്നുകിടക്കുന്ന മഹാർണവത്തെ കണ്ട് വാനരന്മാർ ഭയന്നു. ആനകളെപ്പോലും നിഷ്പ്രയാസം വിഴുങ്ങാൻ തക്ക വലിപ്പവും ശക്തിയുമുള്ള തിമിംഗിലങ്ങളും അവയേക്കാൾ വലിയ സ്രാവുകളും മകരമത്സ്യങ്ങളുമെല്ലാം നിറഞ്ഞ കടലിലേക്ക് നോക്കി നിന്ന അവർ എങ്ങനെയാണ് ഈ കടൽ കടക്കുക എന്ന ചിന്തയോടെ ഭയന്ന് ശ്രീരാമൻ്റെ വശങ്ങളിലേക്ക് ഒതുങ്ങി നിന്നു. വാനരപ്പടയിൽ ഉദ്വേഗം പടർന്നെത്തിയ നിമിഷങ്ങൾ മുന്നോട്ട് നീങ്ങവേ സന്ധ്യയും വളരുകയായിരുന്നു. അപ്പോഴേക്കും വാനിൽ പനിമതി ഉദിച്ചുയർന്നിരുന്നു. അതീവ ശോഭയോടെ തിളങ്ങി നിൽക്കുന്ന ചന്ദ്രബിംബം കണ്ടതോടെ ദശരഥനന്ദനന് ചന്ദ്രമുഖിയെ ഓർമ്മ വന്നു. സീതാസ്മരണയിൽ ഇന്ദുമതീസുതപുത്രൻ്റെ
ഇന്ദിരാമന്ദിര സമാന മുഖം വാടി. പരമാത്മാവാണെങ്കിലും ഭഗവാൻ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു എന്നതിനാൽ ശ്രീരാമനിലെ മനുജ സഹജ ഭാവങ്ങൾ ഉണർന്നു. ഇന്ദീവര നയനങ്ങൾ സജലങ്ങളായി. ദുഃഖഭാരത്താൽ മുഖം കടുത്തു. അല്പനേരം ചന്ദ്രബിംബത്തിൽ തന്നെ മിഴികളൂന്നി നിന്ന ശേഷം ഒരു ദീർഘനിശ്വാസത്തോടെ ഇന്ദിരാകാന്തൻ മെല്ലെ മുഖം തിരിച്ചു. ശ്രീരാമചന്ദ്രൻ്റെ ഭാവമാറ്റത്തിൻ്റെ കാരണം മനസ്സിലാക്കിയ ലക്ഷ്മണനും സുഗ്രീവനും ദുഃഖത്തോടെ മുഖത്തോട് മുഖം നോക്കവേ ശ്രീരാമൻ സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ വേളയിൽ ലങ്കയിൽ രാക്ഷസ രാജാവ് രാവണൻ അടിയന്തര ആലോചനായോഗം വിളിച്ചുകൂട്ടാനുള്ള ഒരുക്കത്തിലായിരുന്നു. അഞ്ജനാപുത്രൻ ഭസ്മീകരിച്ച ലങ്കയെ ഇതിനകം തന്നെ രാവണൻ ബ്രഹ്മദേവൻ്റെ സഹായത്താൽ പൂർവാധികം മനോഹരമായി പുനർനിർമ്മിച്ചു കഴിഞ്ഞിരുന്നു. ഹനുമാൻ ലങ്ക വിട്ട ഉടൻ തന്നെ രാവണൻ ചെയ്തത് ബ്രഹ്മദേവനെ പോയി നേരിട്ട് കാണുകയായിരുന്നു. ലങ്കയിൽ ഹനുമാൻ വരുത്തിയ നാശനഷ്ടങ്ങളെക്കുറിച്ചും തനിക്ക് നേരിട്ടിരിക്കുന്ന മാനഹാനിയെക്കുറിച്ചും വികാരഭരിതനായി വിവരിച്ചു. ഈ ദുസ്ഥിതിയിൽ നിന്നും ബ്രഹ്മഭക്തനായ തന്നെ അടിയന്തിരമായി രക്ഷിക്കണമെന്നും അതിനായി ബ്രഹ്മദേവൻ്റെ സഹായം ഉണ്ടാവണമെന്നും അപേക്ഷിച്ചു. തൻ്റെ ഭക്തനായ രാവണൻ്റെ അഭ്യർത്ഥന ബ്രഹ്മദേവൻ നിരസിച്ചില്ല. ഭക്തന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിമുഖതയും കാട്ടാത്ത ബ്രഹ്മാവ് ഉടൻ തന്നെ രാവണനൊപ്പം ലങ്കയിലെത്തി തകർന്നുകിടക്കുന്ന ലങ്കാപുരി നേരിട്ട് കണ്ടു. തൻ്റെ മാനം രക്ഷിക്കണമെന്ന ആവർത്തിച്ചുള്ള രാവണൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് ബ്രഹ്മദേവൻ ശില്പിയായ മയനെ ഉടനെ തന്നെ ലങ്കയിലേക്ക് വിളിച്ചു വരുത്തുകയും പൂർവ്വപ്രൗഢിയോടെ ലങ്ക പുനർനിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ബ്രഹ്മദേവൻ്റെ നിർദ്ദേശം ശിരസാവഹിച്ച് ശില്പി മയൻ ലങ്കാപുരി പുതുക്കിപ്പണിയാൻ ആരംഭിച്ചു. ഒട്ടും വൈകാതെ തന്നെ അതിമനോഹരമായ പുതിയ ലങ്കാപുരി നിർമ്മിക്കപ്പെട്ടു. നശിച്ചുപോയതിനേക്കാൾ മനോഹരമായാണ് മയൻ ലങ്കാപുരി പുതുക്കിപ്പണിതത്. പുതിയ ലങ്കയുടെ മനോഹാരിത രാവണനെ ഏറെ സന്തുഷ്ടനാക്കി. രാവണൻ ബ്രഹ്മദേവന് വിശേഷാൽ പൂജകൾ നടത്തുകയും ബ്രഹ്മപ്രിയകരമായ ക്രിയകൾ നടത്തുകയും ചെയ്തു. ലങ്കാപുരിയെ അതിമനോഹരമായി പുതുക്കിപ്പണിത ശില്പി മയനെയും വേണ്ടവിധം സൽക്കരിക്കുകയും ഉപഹാരങ്ങൾ നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്തു. പുതുക്കിപ്പണിത ലങ്കാപുരിയിൽ മനോഹരമായി പണിതീർക്കപ്പെട്ട ആലോചനാ മണ്ഡപത്തിൽ രാവണൻ അടിയന്തിരമായി വിളിച്ചു ചേർത്ത ആലോചനായോഗം ആരംഭിക്കുകയായിരുന്നു. ആലോചനാ മണ്ഡപത്തിലെ സിംഹാസനത്തിൽ ആസനസ്ഥനായ ഉടൻ തന്നെ അവിടെയുണ്ടായിരുന്ന മുനിമാർ, ദേവന്മാർ, യക്ഷകിന്നര ഗന്ധർവാദികൾ, സ്ത്രീകൾ, ചെറുപ്പക്കാർ തുടങ്ങിയുള്ളവരെല്ലാം മണ്ഡപം വിട്ട് പുറത്തു പോകാൻ രാവണൻ ആജ്ഞാപിച്ചു. നടക്കാൻ പോകുന്ന രഹസ്യ ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കുക എന്ന ഉദ്ദേശ്യത്തോടെയായിരുന്നു ഈ കൽപ്പന. രാവണൻ്റെ കൽപ്പനയുണ്ടായതോടെ ബന്ധപ്പെട്ട എല്ലാവരും വേഗത്തിൽ ആലോചനാ മണ്ഡപം വിട്ടു. ലങ്കാധിപതി ഉദ്ദേശിച്ചവരല്ലാതെ കാറ്റോ കീടങ്ങളോ പോലും ആലോചനാ മണ്ഡപത്തിലുണ്ടായില്ല. രാവണൻ്റെ വശങ്ങളിൽ നിന്ന് വെൺചാമരം വീശുകയായിരുന്ന ഉർവശി, മേനക, രംഭ, തിലോത്തമ തുടങ്ങിയ ദേവസുന്ദരികളടക്കം സർവരും മണ്ഡപം വിട്ടതോടെ രാവണൻ തൻ്റെ കനകകിരീടം ഒന്നിളക്കി പ്രതിഷ്ഠിച്ച് സിംഹാസനത്തിൽ അമർന്നിരുന്നു. കോപവും താപവും അസഹിഷ്ണുതയും മാത്രമല്ല, തെല്ലൊരു ലജ്ജയും ആ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നു. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നതിനു സമം രാക്ഷസരാജാവിൻ്റെ മനസ്സിലെ വ്യാപാരങ്ങളെല്ലാം 10 മുഖങ്ങളിലും വ്യക്തമായി കാണാം. എന്നാൽ രാവണനാവട്ടെ അവയൊക്കെ ഒതുക്കുവാനും മറയ്ക്കുവാനുമുള്ള വൃഥാശ്രമം നടത്തുന്നുമുണ്ടായിരുന്നു. ഭവ്യതയോടെ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്ന മന്ത്രിമാരോടും സേനാനായകരോടും തൻ്റെ വിശ്വസ്തരായ ഉപദേശകന്മാരോടുമെല്ലാം സ്വസ്ഥാനങ്ങളിൽ ഉപവിഷ്ടരാകാൻ ആംഗ്യഭാഷയിൽ നിർദ്ദേശം നൽകിക്കൊണ്ട് ലങ്കാധിപതി തൻ്റെ മനസ്സ് തുറക്കാൻ തുടങ്ങി. സർവ്വലോകങ്ങളിലും വെച്ച് ഒന്നാമത്തേതായി മികവാർന്നു വിളങ്ങിയിരുന്ന ഈ ലങ്കാപുരിയുടെ സ്ഥിതി എന്തായി എന്ന് നിങ്ങൾ കണ്ടതല്ലേ? അത്യന്തം മനോഹരമായിരുന്ന ലങ്കാനഗരി എവിടെ പോയി? എൻ്റെ കനകസിംഹാസനമൊഴികെ എല്ലാം വെന്തു വെണ്ണീറായി എന്ന് പറയുന്നതല്ലേ ശരി? 2 മനുഷ്യരാൽ അയക്കപ്പെട്ട ഒരു കുരങ്ങനാണ് ഇതൊക്കെയും ചെയ്തു കൂട്ടിയതെന്ന് ഓർക്കുമ്പോൾ എൻ്റെ ശിരസ്സുകൾ ലജ്ജിച്ച് താണുപോകുന്നു. ദേവന്മാർക്കോ അസുരന്മാർക്കോ സാധ്യമല്ലാത്ത കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ദൂതനായെത്തിയ ഒരു കുരങ്ങൻ ചെയ്തത്.
എന്തൊക്കെ നാശങ്ങളാണ് ആ ജീവി ഇവിടെ സൃഷ്ടിച്ചത്! നമ്മുടെ ഉദ്യാനമാകെ അടിച്ചു തകർത്തു. രമ്യഹർമ്മ്യങ്ങളെല്ലാം ചുട്ടരിച്ചു. അനേകമനേകം രാക്ഷസ വീരന്മാരെ കാലപുരിക്കയച്ചു. അതിൽ എൻ്റെ പ്രിയപുത്രൻ അക്ഷകുമാരനും പെട്ടു. നമുക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. നമ്മുടെ സഹോദരിയെ അവർ അംഗഭംഗപ്പെടുത്തി. ഖരദൂഷണാദികളെ വധിച്ചു. വീരന്മാരായ മന്ത്രിപുത്രന്മാരും കാലപുരി പോകി. എന്തൊക്കെ അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടായത്! ലങ്കാധിപനായ നമുക്ക് മാത്രമല്ല, രാക്ഷസ വംശത്തിനു തന്നെ എത്ര കടുത്ത അപമാനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ചിന്തിക്കുക. ഇത് നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന സത്യം ഏവരും ഉൾക്കൊള്ളുക. 2 മനുഷ്യർ അയച്ച ഒരു വാനരൻ ലങ്കാനഗരിയെ പൂർണ്ണമായും നശിപ്പിക്കുകയും നമ്മുടെ സൈന്യശേഖരത്തിലെ വലിയൊരു വിഭാഗത്തെ വകവരുത്തുകയും ചെയ്ത ശേഷം യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ കടൽ കടന്നു പോയിരിക്കുന്നു. ഇത് നമുക്ക് ഇനിയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സത്യമായി അവശേഷിക്കുകയാണ്. ത്രിലോകങ്ങളും അടക്കി വാഴുന്ന ദശവദനന് ഇത് സംഭവിച്ചു എന്നത് എങ്ങനെ വിശ്വസിക്കും? പലപ്പോഴും ഇത് ഒരു സ്വപ്നമാണോ എന്ന് പോലും തോന്നിപ്പോകുന്നു. ഇതിനൊക്കെ കാരണക്കാരായ ആ 2 മനുഷ്യരെയും അവരുടെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ എത്തി ഈ കോപ്രായങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയ വാനരനെയും പൂർണ്ണമായി നശിപ്പിക്കാതെ നമുക്ക് ഒരു തരത്തിലുള്ള മനസമാധാനവും ലഭിക്കില്ല. കോപത്താലും ദുഃഖത്താലും വിറപൂണ്ട അധരങ്ങളാലും നിരുദ്ധകണ്ഠനുമായാണ് രാവണൻ ഇത് പറഞ്ഞു നിർത്തിയത്. ഏതാനും നിമിഷങ്ങളുടെ നിശബ്ദതയ്ക്കു ശേഷം രാവണൻ തുടർന്നു. വളരെ ഗൗരവതരമായ മറ്റൊരു വസ്തുത കൂടി നിങ്ങൾ അറിയുക. ഇപ്പോൾ കടലിൻ്റെ വടക്കേ തീരത്ത് രാമൻ്റെ നേതൃത്വത്തിൽ വാനരസേന അണിനിരന്നിരിക്കുകയാണ്. അവർ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ്. ഇനി ഒട്ടും തന്നെ അമാന്തം പാടില്ല. നാം എന്താണ് വേണ്ടതെന്നും എങ്ങനെയാണ് വേണ്ടതെന്നും കൂട്ടായി ആലോചിച്ച് ഉടനടി തീരുമാനത്തിലെത്തണം. നിങ്ങൾ ഓരോരുത്തരും കാര്യാലോചനയ്ക്ക് സമർത്ഥരാണെന്ന് നമുക്കറിയാം. തന്ത്രങ്ങൾ മെനയുന്നതിലും ഉത്തമമായ കൃത്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നതിലും ആരും ഒട്ടും പിന്നിലല്ല. ഏത് പ്രധാന പ്രശ്നത്തിലും നിങ്ങൾ നമുക്ക് സഹായികളായിരുന്നു. നിങ്ങളുടെ കൂട്ടായ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾക്കനുസൃതമായി പ്രവർത്തിച്ചതുമൂലം ഇതപര്യന്തം നമുക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന വസ്തുത നാം ഇത്തരുണത്തിൽ പ്രത്യേകം ഓർക്കുന്നു. നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം എനിക്ക് ഇതുവരെയും സമ്മതമായിരുന്നതിന് കാരണവും മറ്റൊന്നല്ല. വിചാരങ്ങളെ നമുക്ക് ഉത്തമം, മധ്യമം, അധമം എന്നിങ്ങനെ 3ആയി തിരിക്കുന്നതുപോലെ ഓരോ കാര്യങ്ങളെയും 3ആയി തിരിക്കാം. സാധ്യം, ദുസാധ്യം, അസാധ്യം എന്നിങ്ങനെയാണ് 3ആയി തിരിക്കാവുന്നത്. ഇതേപ്പറ്റി ഓരോ വ്യക്തിക്കും ഓരോ തരത്തിൽ തോന്നാമെങ്കിലും കൂട്ടായി ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ഓരോരുത്തരുടെയും ആശയങ്ങൾ വിശകലനം ചെയ്യുകയുമാവുമ്പോൾ സാധ്യമായത് ഏത് എന്നതിനെക്കുറിച്ച് സുനിശ്ചിതമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നു. ഏത് പ്രധാന പ്രശ്നത്തിന്മേലും കൂട്ടായ ചർച്ച നടത്തുന്നത് കൊണ്ടുള്ള ഗുണഫലം ഇതാണ്. ഓരോ തീരുമാനവും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പിരിയുന്നത് മധ്യമം. ഓരോ അഭിപ്രായം പറയുകയും അനുരഞ്ജനത്തിന് വഴങ്ങാതെ തർക്കിച്ച് സമയം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നത് അധമം. ഏവരും ഒരുപോലെ ഒരു തീരുമാനത്തിലെത്തിച്ചേരുന്ന രീതിയാണ് ഉത്തമം. നമുക്ക് വേണ്ടത് ഉത്തമ രീതിയാണ്. നമ്മുടെ മന്ത്രിമാർ നമ്മുടെ കണ്ണുകളാണെന്ന് നാം കരുതുന്നു. നിങ്ങളുടെ അചഞ്ചലമായ സ്നേഹത്തിൽ നാം എന്നും എപ്പോഴും സംപ്രീതനാണ് താനും, രാവണൻ പറഞ്ഞു നിർത്തി. അപ്പോഴും ലങ്കാധിപതിയുടെ മുഖത്ത് ഭയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും നേരിയ കിരണങ്ങൾ നിഴലിട്ടു നിന്നിരുന്നു. ദശവദനൻ്റെ മുഖത്തെ ഈ അസാധാരണ ഭാവമാറ്റം മന്ത്രിമാരെയും രാക്ഷസവീരന്മാരെയും ഉപദേശകരെയും സേനാതലവന്മാരെയുമെല്ലാം അത്ഭുതപ്പെടുത്താതിരുന്നില്ല. തങ്ങൾ നക്തഞ്ചരപതിയിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും അവിശ്വസനീയവുമായിരിക്കുന്നതുമായ അവസ്ഥയല്ലേ ഇതെന്നും അവർ ചിന്തിച്ചു. ലോകങ്ങളെല്ലാം ജയിച്ച രാവണന് രാമനിൽ ഭയമോ? അത്ഭുതമായിരിക്കുന്നു. മന്ത്രിമാരും സേനാനായകരും ഈ വിധം ചിന്തിച്ചത് അല്പം ഉറക്കെ തന്നെയായിരുന്നു. ഇത് കേട്ട് രാവണൻ മുഖമുയർത്തി പുറം കൈകൊണ്ട് മേൽമീശ മുകളിലേക്ക് തഴുകി അവരുടെ മുഖങ്ങളിലേക്ക് നോക്കി. മന്ത്രിമാർ ഉറക്കെ തന്നെ രാവണൻ്റെ വീരസാഹസികതകളെക്കുറിച്ച് പറയാൻ തുടങ്ങി. അല്ലയോ രാക്ഷസരാജാവേ, അവിടുന്ന് അജയ്യനാണെന്നറിഞ്ഞാലും 3 ലോകങ്ങളെയും കീഴടക്കുവാൻ അങ്ങേക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അവിടുത്തെ പുത്രൻ മേഘനാഥൻ ദേവേന്ദ്രനെ നിഷ്പ്രയാസം തോൽപ്പിച്ച് ബന്ധനസ്ഥനാക്കിയില്ലേ? ദേവേന്ദ്രനുമായുള്ള ഭയങ്കര യുദ്ധത്തിൽ മേഘനാഥൻ ഇരുമ്പ് ചങ്ങല കൊണ്ട് ദേവേന്ദ്രനെ ബന്ധിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ കൊട്ടാരത്തിന് മുമ്പിലെ കൊടിമരത്തിൽ കെട്ടിയിട്ടില്ലേ?
യാതൊരു പ്രയാസവും കൂടാതെ അവിടുന്ന് കുബേരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പുഷ്പക വിമാനം സ്വന്തമാക്കിയില്ലേ? കാലനെപ്പോലും പോരിൽ ജയിച്ച അങ്ങേക്ക് കാലൻ്റെ ആയുധത്തെ ഭയമെന്നോ? അങ്ങ് വരുണനെ ജയിച്ചവനല്ലേ? മഹാസുരനായ മയൻ അങ്ങയെ ഭയന്ന് തൻ്റെ വളർത്തുപുത്രിയായ മണ്ഡോദരിയെ അങ്ങേക്ക് നൽകുകയുണ്ടായില്ലേ? ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയ ശേഷം ജൈത്രയാത്ര തുടരവേ കൈലാസത്തിൻ്റെ താഴ്വരയിൽ വച്ച് നന്ദികേശൻ അങ്ങയെ തടഞ്ഞപ്പോൾ നന്ദികേശൻ്റെ യജമാനനായ ശിവനെ കൈലാസത്തോടുകൂടി പിഴുതെറിയുമെന്ന് ആക്രോശിച്ചുകൊണ്ട് കൈലാസത്തെ അവിടുന്ന് എടുത്തു കുലുക്കിയില്ലേ? അന്നേരം ശിവൻ കാലുകൊണ്ട് കൈലാസത്തെ താഴേക്ക് ചവിട്ടിയമർത്തിയതിൽ അവിടുത്തെ വിരലുകൾ അടിയിൽപ്പെട്ടുവെങ്കിലും തുടർന്ന് അങ്ങ് നടത്തിയ ശിവപൂജയിൽ സംപ്രീതനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ചന്ദ്രഹാസം എന്ന വാൾ അങ്ങേക്ക് നൽകിയില്ലേ? രാവണൻ്റെ സമരവീര്യം ഉദ്ദീപിപ്പിക്കുന്നതിനായുള്ള രാക്ഷസവീരന്മാരുടെ ഈ ശ്രമം അസ്ഥാനത്തായില്ല. രാവണൻ വിടർന്ന കണ്ണുകളോടെ അവരെ നോക്കി തലകുലുക്കി. ഇതുകണ്ട് രാവണൻ്റെ മന്ത്രിമാർ സന്തോഷചിത്തരായി. അവർ തുടർന്നു, അല്ലയോ ലങ്കാധിപതേ, ഇവിടെ വന്ന് അക്രമം കാട്ടിയ വാനരൻ രക്ഷപ്പെട്ടു എന്നത് ശരി തന്നെയാണ്. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തും ചെറിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കൃത്യസമയത്ത് കാര്യങ്ങൾ അറിയാതിരുന്നതിനാൽ യഥാസമയം ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയാതെ പോയി. അതുതന്നെയാണ് വാനരൻ രക്ഷപ്പെട്ടു പോകാൻ കാരണമായത്. ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച പൊറുക്കണം. അവിടുന്ന് ഞങ്ങളോട് ആജ്ഞാപിക്കുന്ന പക്ഷം വാനരനെ അയച്ച മനുഷ്യനെ മാത്രമല്ല, മനുഷ്യ വാനര വംശങ്ങളെ ഒന്നാകെ തന്നെ നിശേഷം നശിപ്പിച്ച് മടങ്ങിയെത്താൻ ഞങ്ങളിൽ ഒരാൾ മാത്രം മതിയാവും എന്നറിയുക. രാക്ഷസവീരന്മാരുടെ വാക്കുകൾ രാവണനിൽ ഉന്മേഷവും ആവേശവുമുണ്ടാക്കി. ദുഃഖം ശമിച്ചു. സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് മീശ വിരിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു, സന്തോഷമായി. ഇനി മറ്റൊന്നും ചിന്തിക്കാനില്ല. യുദ്ധത്തിനുള്ള ആലോചനകൾ നടത്തുക, യുദ്ധസന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുക, എല്ലാവരും തയ്യാറാവുക. ഇത് കേട്ടതോടെ രാക്ഷസവീരന്മാരും ആവേശഭരിതരായി. അവർ ദശമുഖന് ജയാരവം മുഴക്കി. ഈ വേളയിലാണ് രാവണ സഹോദരൻ കുംഭകർണൻ രാവണസന്നിധിയിലേക്കെത്തിയത്. രാജകീയ ആടയാഭരണങ്ങൾ അണിഞ്ഞ് കാലുകൾ അമർത്തിച്ചവിട്ടി നാലുപാടും ദൃഷ്ടി വായിച്ചാണ് വരവ്. നിദ്ര പൂർത്തിയാകാതെയാണ് എത്തിയിരിക്കുന്നതെന്ന് മുഖം കണ്ടാൽ അറിയാം. അനുജൻ്റെ ആഗമനം രാവണനെ അത്യധികം സന്തുഷ്ടനാക്കി. കുംഭകർണൻ ജ്യേഷ്ഠനെ ആലിംഗനം ചെയ്തു. സന്തോഷത്തോടെ ഇരുവരും മനം തുറന്നു ചിരിച്ചു. രാക്ഷസവീരന്മാരുടെ രാവണ പ്രശംസയും യുദ്ധത്തിനായുള്ള അവരുടെ അഭ്യർത്ഥനയും കുംഭകർണൻ കേട്ടിരുന്നു എന്നത് വ്യക്തം. കുംഭകർണൻ ജ്യേഷ്ഠൻ രാവണനെ ആദരപൂർവ്വം വണങ്ങി നിൽക്കെ രാവണൻ ലങ്കയിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ കുംഭകർണനെ പറഞ്ഞു കേൾപ്പിച്ചു. രാവണൻ്റെ വാക്കുകൾ സശ്രദ്ധം കേൾക്കുമ്പോഴും എല്ലാം തനിക്കറിയാം എന്ന ഭാവമായിരുന്നു കുംഭകർണനിൽ കണ്ടത്. രാവണൻ്റെ വിശദീകരണം അവസാനിച്ച ഉടൻ തന്നെ കുംഭകർണൻ തനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ധർമ്മത്തിൻ്റെ ഭാഷയിലായിരുന്നു തൻ്റെ അഭിപ്രായ പ്രകടനം ആരംഭിച്ചത്. രാവണൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെയും നാശത്തിലേക്കുള്ള പാത വെട്ടിത്തുറക്കലായിരുന്നു എന്ന് ജ്യേഷ്ഠനെ ഓർമ്മിപ്പിച്ചു. രാവണൻ്റെ മാത്രമല്ല, രാക്ഷസകുലത്തിനാകെ തന്നെ വിനാശകരമാം വിധമുള്ള കൃത്യങ്ങളാണ് ജ്യേഷ്ഠൻ ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ കുംഭകർണൻ തെല്ലും മടിച്ചില്ല. ഇപ്പോൾ ശ്രീരാമൻ രാവണനെ കാണുന്ന പക്ഷം തൽക്ഷണം അദ്ദേഹം ലങ്കാധിപതിയെ യമപുരിക്ക് അയക്കുമെന്നതിൽ സംശയം വേണ്ടെന്ന് പറഞ്ഞു വെച്ച കുംഭകർണൻ ജീവിച്ചിരിക്കണമെന്ന് തെല്ലെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ശ്രീരാമദേവനെ ധ്യാനിക്കുകയും സേവിക്കുകയും ചെയ്തു കൊള്ളുക എന്ന ഉപദേശവും ജ്യേഷ്ഠനു നൽകി. ഒപ്പം തന്നെ ശ്രീരാമസീതമാർ ആരാണെന്നും അവരുടെ അവതാര ലക്ഷ്യം എന്താണെന്നും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു കുംഭകർണൻ. അല്ലയോ പൂജനീയ ജ്യേഷ്ഠ സഹോദര, ഇപ്പോൾ അങ്ങ് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നതൊക്കെയും സ്വയം കൃത അനർത്ഥങ്ങൾ തന്നെയാണ്. ഇനിയെങ്കിലും ശ്രീരാമനെ മനസ്സിലാക്കുക. ശ്രീരാമൻ സാധാരണ ഒരു മനുഷ്യനാണെന്നാണോ അവിടുന്ന് കരുതുന്നത്? എന്നാൽ അങ്ങനെയല്ല. ശ്രീരാമൻ അവ്യയനായ സാക്ഷാൽ നാരായണനാണ്. വിഷ്ണുദേവൻ മനുഷ്യനായി ഭൂതലയെ അവതരിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അവിടുന്ന് അപഹരിച്ചു കൊണ്ടുവന്ന് ലങ്കയിൽ പാർപ്പിച്ചിരിക്കുന്ന സീത സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാണ്. അങ്ങയെ നശിപ്പിക്കുന്നതിനു വേണ്ടി സീതയായി ജന്മമെടുത്തിരിക്കുകയാണ് ദേവി. ഇതറിയാതെ യുദ്ധത്തിന് മുതിരുന്നത് സർവനാശത്തിനാണെന്നറിയുക. മോഹം മൂലം നാദഭേദങ്ങളിൽ ഭ്രമിച്ചു വശായി
പലപ്പോഴും നാശത്തെ പുൽകാറുണ്ട്. മോഹത്താൽ മത്സ്യം താനേ ചെന്ന് ചൂണ്ടയിലെ കൊളുത്തു വിഴുങ്ങി മരിക്കുന്നില്ലേ? അഗ്നിയെ കണ്ട് മോഹിച്ച് വേഗത്തിൽ പറന്നടുക്കുന്ന ശലഭങ്ങൾ കരിഞ്ഞു വീഴുന്നില്ലേ? അവണ്ണം ജാനകിയെ കണ്ട് മോഹിക്ക മൂലം അവിടുത്തേക്കും നാശം വന്നു ഭവിക്കുന്നു എന്ന് കാണുക. ജ്യേഷ്ഠ, ഇതൊക്കെയും അറിയുമ്പോഴും മനസ്സ് അതിലേക്കു തന്നെ ചെന്നുപെടുന്നു എന്നതിനെ വിധിയായി കാണണം. കഴിഞ്ഞ ജന്മത്തിലെ വാസനയായി കാണണം. ഒന്നുകൊണ്ടും തടയാൻ കഴിയാത്ത വിധി പോലെ ആ വാസന പ്രവർത്തിക്കുകയാണ്. അവിടുന്ന് കാട്ടിയതെല്ലാം നീതികേടും അധാർമികവുമാണ്. ഈ നീതികേടിൻ്റെ ഫലം ആപത്തു തന്നെയാണ്. ഏതായാലും ദേഹനാശത്തിനു മുമ്പ് മോഹം സാധിച്ചു കൊള്ളട്ടെ എന്നേ ഇപ്പോൾ പറയാനാവുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് ആപത്ത് വന്നു ഭവിക്കുമെന്നത് നിർണയം. കുംഭകർണ സംഭാഷണം കേട്ടു നിൽക്കുകയായിരുന്ന രാവണപുത്രൻ മേഘനാഥൻ ഈ അവസരത്തിൽ ഇടപെട്ടു. അല്ലയോ പൂജനീയ പിതാവേ, അവിടുന്ന് ഒരു തരത്തിലും ഖിന്നനാകാതിരുന്നാലും മനുഷ്യനായ ശ്രീരാമനും ഒപ്പമുള്ള വാനരന്മാരുമെല്ലാം തന്നെ ഇന്ദ്രനെ ജയിച്ചവനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ലെന്ന് നാം പറയേണ്ടതുണ്ടോ? അവിടുന്ന് ആജ്ഞാപിക്കുന്ന പക്ഷം ഈ കൂട്ടങ്ങളെ ആകെ നിശേഷം നശിപ്പിച്ച ശേഷം മടങ്ങിയെത്താം. അപ്പോഴേക്കും കുംഭകർണൻ രാവണനെ വന്ദിച്ച ശേഷം നിദ്രയ്ക്കായിപ്പോയി. ഈ വേളയിലായിരുന്നു രാവണൻ്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ്റെ വരവ്. യാതൊരു തരത്തിലുള്ള ആഡംബരവുമില്ലാതെ ലളിത വസ്ത്രധാരിയായി മന്ദസ്മിതത്തോടെ എത്തിയ അനുജനെ രാവണൻ സ്നേഹപൂർവ്വം സ്വീകരിച്ച് തൻ്റെ ചാരത്തുള്ള ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനാക്കിയ ശേഷം ക്ഷേമാന്വേഷണം നടത്തി. കുശലപ്രശ്നത്തിനു ശേഷം ഗൗരവതരമായ വിഷയത്തിലേക്ക് കടക്കവേ വിഭീഷണൻ പറഞ്ഞു: അല്ലയോ രാക്ഷസാധീശ്വര, വീര, ദശവദന, അവിടുത്തെ സഹോദരൻ എന്ന നിലയിലും അങ്ങേക്ക് പൂർണ്ണമായ നന്മയുണ്ടാവണമെന്ന മോഹം സൂക്ഷിക്കുന്നവൻ എന്ന നിലയിലും നമുക്ക് ഗൗരവതരമായ ചില കാര്യങ്ങൾ ഉരചെയ്യുവാനുണ്ട്. അവിടുന്ന് എൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം ശ്രവിക്കണം. അവിടുന്ന് എൻ്റെ ജ്യേഷ്ഠൻ മാത്രമല്ല, ലങ്കാധിപതേ, എൻ്റെ അച്ഛനും അമ്മയും ഞാൻ വന്ദിച്ചു വണങ്ങുന്ന ദൈവവും അങ്ങ് തന്നെയാണ്. എൻ്റെ എല്ലാമെല്ലാം അങ്ങ് തന്നെയാണ്. പക്ഷേ ഭ്രാതാവേ, ഇന്ദ്രപദവിക്ക് തുല്യമായതും അവിടുന്ന് വഹിക്കുന്നതുമായ രാജപദവി അങ്ങേക്ക് നഷ്ടമാകാൻ പോകുന്നു. ആ വിഷമം കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ജ്യേഷ്ഠനെ ഉപദേശിക്കുവാനുള്ള അറിവ് എനിക്കില്ല. ഞാൻ പറയുന്നതെല്ലാം അവിടുന്ന് ക്ഷമയോടുകൂടി കേൾക്കണം. തുടർന്ന് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം. അതിപ്രശസ്തമായ ഈ ലങ്കാനഗരിക്കൊപ്പം അങ്ങയുടെ പ്രശസ്തിക്കും കോട്ടം സംഭവിച്ചിരിക്കുന്നു. എല്ലാം ലോകമാതാവായ ജാനകിയുടെ പവിത്രതയാൽ മാത്രമാണ് നശിച്ചത്. ഒരു കുരങ്ങാണ് എല്ലാം നശിപ്പിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടല്ലേ? അങ്ങേക്ക് നാശം സംഭവിക്കുവാൻ പോകുന്നത് ഒരു സ്ത്രീ കാരണമാണ്. മുൻനാളിൽ ബ്രഹ്മാവിനോട് വരങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോൾ മനുഷ്യനെ ജയിക്കാനുള്ള വരം അങ്ങ് ചോദിച്ചു വാങ്ങുകയുണ്ടായില്ല. അങ്ങ് കൈലാസത്തെ ഉയർത്താൻ തുടങ്ങിയപ്പോൾ 4 തോളുകളുള്ള നന്ദികേശൻ തടുത്തു. അപ്പോൾ നന്ദികേശൻ്റെ മുഖം കുരങ്ങിനെപ്പോലെയാണെന്ന് അങ്ങ് പരിഹസിച്ചു. അപ്പോൾ അങ്ങേക്ക് കുരങ്ങിനാൽ നാശം സംഭവിക്കട്ടെ എന്ന് നന്ദികേശൻ ശപിക്കുകയുണ്ടായി. ആ ശാപഫലം ബാലിയിലൂടെ അങ്ങേക്ക് അനുഭവിക്കേണ്ടി വന്നില്ലേ? തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന വേദവതിയെ അങ്ങ് ഉപദ്രവിച്ചു. അങ്ങയുടെ പ്രവൃത്തിയാൽ വേദവതി അഗ്നിപ്രവേശം ചെയ്തു. ആ വേദവതിയുടെ അവതാരമാണ് സീതാദേവി. നിന്റെ അന്ത്യത്തിന് ഞാൻ കാരണമാവും എന്ന് ശപിച്ച ശേഷമായിരുന്നല്ലോ വേദവതിയുടെ അഗ്നിപ്രവേശം. അല്ലയോ ദശാനന, മഹാലക്ഷ്മിയുടെ അവതാരമാണ് സീതാദേവി. സീതാദേവിയുടെ ഭർത്താവ് ശ്രീരാമൻ ജനാർദ്ദനൻ്റെ അവതാരവും. ശ്രീരാമൻ്റെ അനുജൻ ലക്ഷ്മണനും ഒരു സാധാരണ മനുഷ്യനാണെന്ന് കരുതരുത്. സൂര്യവംശജനായ ദശരഥൻ്റെ പുത്രന്മാരാണ് അവർ. ശിഷ്ടപരിപാലനത്തിനും ദുഷ്ടനിഗ്രഹത്തിനും വേണ്ടി മഹാവിഷ്ണുവാണ് ദശരഥപുത്രൻ ശ്രീരാമനായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. ശ്രീരാമൻ്റെ ഗുരുവാകട്ടെ താപസശ്രേഷ്ഠനായ വസിഷ്ഠ മഹർഷിയാണ്. ശ്രേഷ്ഠനായ വിശ്വാമിത്ര മഹർഷിയിൽ നിന്ന് ദിവ്യമന്ത്രങ്ങളും ദിവ്യായുധങ്ങളും ലഭിച്ചവരാണ് രാമലക്ഷ്മണന്മാർ. അഗസ്ത്യ മഹർഷി ഇവർക്ക് ദിവ്യശക്തിയുള്ള ആയുധങ്ങൾ നൽകിയിട്ടുണ്ട്. ശ്രീരാമൻ്റെ ബാണത്താൽ മരിച്ചവരിൽ മുഖ്യനാണ് ബാലി. വിരാധനെയും കബന്ധനെയും ഖരദൂഷണാദികളെയും വധിച്ചത് വേറെ ആരുമല്ല, വിഭീഷണൻ പറഞ്ഞു. മുഖമുയർത്തി രാവണനെ ഒന്ന് നോക്കിയ ശേഷം തുടർന്നു: ഇതിനെല്ലാം പുറമേ സീതാദേവിയെ ലങ്കയിൽ കൊണ്ടുവന്ന ശേഷമാണ് ലങ്കയിൽ പല നാശങ്ങളും ഉണ്ടാവാൻ തുടങ്ങിയതെന്ന സത്യത്തെ
അവിടുന്ന് ഓർത്താലും രാമലക്ഷ്മണന്മാർക്ക് സഹായികളായിട്ടുള്ള വാനരന്മാർ ആരാണെന്നാണ് അങ്ങ് കരുതുന്നത്? അവർ വെറും കുരങ്ങന്മാരല്ലെന്ന് അറിയുക. ദേവന്മാരാണ് വാനരന്മാരായി അവതരിച്ചിട്ടുള്ളത്. ആകെ കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് രക്ഷ നേടണമെങ്കിൽ സീതാദേവിയെ മോചിപ്പിക്കുക തന്നെ വേണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിഭീഷണൻ പറഞ്ഞതെല്ലാം ക്ഷമയോടെ കേട്ടിരുന്ന രാവണൻ പെട്ടെന്ന് കോപിഷ്ഠനായി. രാവണൻ ചോദിച്ചു, നമ്മുടെ ശക്തി പരാക്രമങ്ങളെ വകവയ്ക്കാതെ നീ 2 മനുഷ്യരെ പുകഴ്ത്തിയത് അവരെ പേടിച്ചാണോ, അതോ അവരോടുള്ള ഭക്തിയാലോ? ഒരു ഭ്രാന്തനെ പോലെയാണല്ലോ നീ ഇതെല്ലാം പറഞ്ഞത്. മനുഷ്യരെ ജയിക്കാൻ നാം വരം ചോദിച്ചില്ല എന്ന് നീ പറഞ്ഞല്ലോ. വരബലത്താലാണോ ദിഗ്ജനങ്ങളെ നാം കീഴടക്കിയത്? കൈലാസത്തെ പൊക്കിയെടുത്തതും വരബലം കൊണ്ടല്ലല്ലോ. അർത്ഥശൂന്യമായ വാക്കുകളാണ് നീ പറഞ്ഞത്. നാം ദേവന്മാരെ എതിർത്ത് യുദ്ധം ചെയ്തപ്പോൾ അവരുടെ ആയുധങ്ങൾ എന്നെ എന്തു ചെയ്തു? എൻ്റെ സഹോദരനായി ജനിച്ച നിനക്ക് മനുഷ്യർ വലിയവരാണെന്ന് തോന്നാൻ കാരണമെന്ത്? എൻ്റെ എല്ലാ വിജയങ്ങൾക്കും കാരണം ദേവന്മാരുടെ വരങ്ങളാണോ? അല്ലല്ലോ. നീ പറഞ്ഞ ശാപങ്ങളൊന്നും എന്നെ ബാധിക്കുന്നവയല്ല. തന്നെ എതിർക്കുന്നവരുടെ പകുതി ബലം ബാലിക്ക് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് നാം അവനോട് തോറ്റത്. ബാലിയുടെ ഈ വരം കാരണമല്ലേ ശ്രീരാമൻ മറഞ്ഞു നിന്ന് ബാലിയെ അമ്പെയ്തു കൊന്നത്. നീ പറഞ്ഞ വാനരന്മാർക്ക് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കേടുവന്ന വില്ലിനെ ജനകസദസ്സിൽ വെച്ച് ഒടിച്ചതും സപ്തസാലങ്ങളെ ഒരമ്പിനാൽ തുളച്ചതും രാജ്യം ഉപേക്ഷിച്ച് വനത്തിൽ അലഞ്ഞു തിരിയേണ്ടി വന്നതുമെല്ലാം പറഞ്ഞ് അവനെ പുകഴ്ത്തിയല്ലോ. നീയല്ലാതെ മറ്റാരെങ്കിലും അവരെ പുകഴ്ത്തുമോ? ഇതുകേട്ട് ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് വിഭീഷണൻ പറഞ്ഞു, നീതിയുക്തവും ക്ഷേമത്തിനുപകരിക്കുന്നതുമായ കാര്യങ്ങളാണ് നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് ഇത് കേൾക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും വേണം. അല്ലയോ രാക്ഷസരാജാവേ, പൂജനീയ ഭ്രാതാവേ, ഒരു സത്യം നാം അവിടുത്തെ അറിവിലേക്കായി പറയാം. അവിടുന്ന് ഇപ്പോൾ ശത്രുവായി കാണുന്ന ശ്രീരാമചന്ദ്രൻ അജയ്യനാണ്. ശ്രീരാമനെ നേരിടാൻ 3 ഉലകങ്ങളിലും ആരുമില്ല എന്ന നഗ്നസത്യം അവിടുന്ന് അറിയണം. നമ്മുടെ രാക്ഷസ സൈന്യത്തിൽ മഹാവീരന്മാരാണുള്ളതെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങയുടെ പ്രധാനമന്ത്രി പ്രഹസ്തൻ വീരനാണ്. സുകേശൻ എന്ന രാക്ഷസന് ദേവവതി എന്ന ഭാര്യയിൽ ജനിച്ച മാല്യവാൻ, സുമാലി, മാലി എന്നീ 3 പുത്രന്മാരിൽ സുമാലിക്ക് കേതുമതി എന്ന ഭാര്യയിൽ ജനിച്ച പ്രഹസ്തൻ അതിസമർത്ഥനുമാണ്. പ്രഹസ്തൻ്റെ സഹോദരന്മാരും അവിടുത്തെ മറ്റ് മന്ത്രിമാരുമായ അകമ്പനൻ, വികടൻ, കാളകാമുഖൻ, ധുമ്രാക്ഷൻ, ദണ്ഡൻ, സുപാർശ്വൻ, സംഹ്രാതൻ എന്നിവരും ശൂരന്മാരാണ്. അവിടുത്തെ മന്ത്രിപ്രമുഖനായ ജംബുമാലി, പ്രജംഖൻ, വീരസേനാനികളായ മഹാപാർശ്വൻ, കുംഭൻ, നികുംഭൻ, മകരാക്ഷൻ, മഹോദരൻ, മത്തൻ, ഉന്മത്തൻ, പ്രഹസൻ, ദാസകർണൻ, വിരൂപാക്ഷൻ, ദേവാന്തകൻ, നരാന്തകൻ, അതികായൻ, തൃശിരസ്, ഘോരരാക്ഷസന്മാരായ വജ്രദംഷ്ട്രൻ, മകരാക്ഷൻ, യൂപാക്ഷൻ തുടങ്ങിയുള്ളവരുടെയൊക്കെ വീര്യവും ശക്തിയും അസാധാരണവും ആർക്കും പരാജയപ്പെടുത്താനാവാത്തതും തന്നെയാണ്. അതിൽ നമുക്ക് അഭിമാനിക്കുകയും ആകാം. എന്തിനേറെ പറയുന്നു, ദേവേന്ദ്രനെ പോലും യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കൊടിമരത്തിൽ കെട്ടിയിട്ട ഇന്ദ്രജിത്തും നമ്മോടൊപ്പമുണ്ട്. പക്ഷേ ലങ്കേശ്വര, അവിടുന്ന് ഒന്നറിയുക, ഇവരിൽ ഒരാൾക്കോ എല്ലാവർക്കും ചേർന്നോ പോലും ശ്രീരാമനെ എതിർത്ത് തോൽപ്പിക്കാനാവില്ല എന്നത് പരമമായ സത്യമാണ്. ശ്രീരാമനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ ഇവർക്കാർക്കെങ്കിലുമോ അങ്ങേക്ക് പോലുമോ സാധ്യമല്ല. അതിന് കാരണമുണ്ട്. ദശാനന, ഞാൻ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു, ശ്രീരാമൻ മനുഷ്യനല്ല, ദേവേന്ദ്രനല്ല, വൈവസ്വതനുമല്ല, നിര്യതിയുമല്ല, വരുണനുമല്ല, ജഗൽപ്രാണനല്ല, ഈശാനനുമല്ല, വേദാവല്ല, ദേവന്മാരുമല്ല. പിന്നെയോ ശ്രീരാമൻ ദേവന്മാർക്കും ദേവനായ മഹാവിഷ്ണുവാണെന്നറിയുക. സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്കു കാരണഭൂതനും മോക്ഷം നൽകുന്നവനുമായ മഹാവിഷ്ണുവാണ് ശ്രീരാമൻ. മഹാവിഷ്ണുവിനെ പരാജയപ്പെടുത്താൻ ആർക്കാണ് കഴിയുക? ആരെക്കൊണ്ടും ആവാത്ത കാര്യമാണത്. ശ്രീനാരായണൻ ഭൂതലെ ശ്രീരാമനായി അവതരിച്ചിരിക്കുകയാണെന്ന് അറിയുക. ധർമ്മ സംസ്ഥാപനത്തിനായി ജഗന്മയൻ ഓരോ കാലത്ത് ഓരോ രീതിയിൽ അവതരിക്കുന്നു. ഈശ്വരൻ്റെ മതം അതേപടി നടക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ദശാനന, അങ്ങേക്ക് ഒരു സംശയവും വേണ്ട.